ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായി പൊളിച്ചെഴുതിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ചർച്ചയിലുണ്ടായിരുന്ന ഒരു വലിയ മാറ്റം ഇതാ ജൂലൈ 1, 2024 മുതൽ പ്രാബല്യത്തിൽ വരുന്നു. ഇത് നമ്മുടെ നിയമചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിൽ ഒന്നാണെന്ന് പറയാം. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്തിനാണ് ഇത്ര വലിയൊരു മാറ്റം ഇപ്പോൾ ആവശ്യമായി വന്നത്? നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം. ഈ വലിയ മാറ്റം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിലേക്ക് നയിച്ച പ്രതിസന്ധിയെക്കുറിച്ചറിയണം. നമ്മുടെ പഴയ നീതിന്യായ വ്യവസ്ഥയെ ഒരു പഴയ കമ്പ്യൂട്ടർ പോലെയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. കൊളോണിയൽ കാലഘട്ടത്തിലെ ഹാർഡ്വെയർ വെച്ച് ഇന്നത്തെ ആപ്പുകൾ ഓടിക്കാൻ ശ്രമിക്കുന്നതുപോലെ. കാലം പോകെ പോകെ ഈ സിസ്റ്റം വല്ലാതെ പതുക്കെയായി, ഇടയ്ക്കിടെ ഹാങ്ങായി, ശരിക്കും പറഞ്ഞാൽ തകർച്ചയുടെ വക്കിലെത്തി. ആ തകർച്ചയുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് ചില കണക്കുകൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഈ ഒരൊറ്റ സംഖ്യ കേട്ടാൽ മതി നമ്മുടെ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കാൻ. 5 കോടി. അതെ, ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ കോടതികളിൽ 5 കോടിയിലധികം കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഇത് നമ്മുടെ മുഴുവൻ സിസ്റ്റത്തെയും സ്തംഭിപ്പിക്കുന്നൊരു ഭീമൻ നിയമക്കുറുക്ക് തന്നെയാണ്. പക്ഷേ ഈ കണക്കുകൾക്ക് പിന്നിൽ അതിലും ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ കാലതാമസം സൃഷ്ടിക്കുന്ന ഒരു വലിയ മാനുഷിക ദുരന്തം. ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്നവരിൽ 75% വിചാരണ തടവുകാരാണ്. ഒന്നോർക്കണം, ഇവരൊന്നും കോടതി ശിക്ഷിച്ച കുറ്റവാളികളല്ല, മറിച്ച് വർഷങ്ങളായി തങ്ങളുടെ വിചാരണയ്ക്കായി വെറുതെ കാത്തിരിക്കുന്നവരാണ്. ഇതിന്റെയൊക്കെ ഫലമെന്താണെന്നോ? നമ്മുടെ ജയിലുകൾ അതിന്റെ ഔദ്യോഗിക ശേഷിയുടെ 130% ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതായത് 100 പേരെ പാർപ്പിക്കാൻ സൗകര്യമുള്ള ഒരിടത്ത് 130 പേർ തിങ്ങിഞ്ഞെരുങ്ങിക്കഴിയുന്നൊരവസ്ഥ. ഈ സിസ്റ്റം അക്ഷരാർത്ഥത്തിൽ കവിഞ്ഞൊഴുകുകയാണ്. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇതിന്റെ മൂലകാരണം എന്താണ്? സത്യത്തിൽ ഇത് കണ്ടെത്താനായിട്ട് 2 പതിറ്റാണ്ട് മുൻപ് ഒരു വലിയ ശ്രമം നടന്നിരുന്നു. അതാണ് 2003 വളരെ പ്രധാനപ്പെട്ട മളിമഡ് കമ്മിറ്റി റിപ്പോർട്ട്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ അസുഖം എന്താണെന്ന് കൃത്യമായി കണ്ടെത്തിയ ഒരു നിർണായക രോഗനിർണയം തന്നെയായിരുന്നു ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രകാരം പ്രശ്നം തുടങ്ങുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ഘടനയിൽ തന്നെയാണ്. അതിനെയാണ് അഡ്വേഴ്സീരിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സംവിധാനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പ്രോസിക്യൂഷനും പ്രതിഭാഗവും അവരുടെ വാദങ്ങൾ ഒരു മത്സരം പോലെ അവതരിപ്പിക്കും. ജഡ്ജി ഒരു നിഷ്പക്ഷനായ അമ്പയറെപ്പോലെ അവിടെയിരിക്കും. അപ്പോ റിപ്പോർട്ട് വിരൽ ചൂണ്ടിയത് വെറും നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റത്തിന്റെ അടിസ്ഥാന തത്വത്തിന് നേരെയാണ്. അതായത് 2 കക്ഷികൾ തമ്മിൽ നന്നായി മത്സരിക്കുമ്പോൾ സത്യം താനേ പുറത്തുവരുമെന്നൊരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തെയാണ് മളിമഡ് റിപ്പോർട്ട് ചോദ്യം ചെയ്തത്. അവർ ഇതിനൊരു പുതിയ മാർഗം നിർദ്ദേശിച്ചു. റിപ്പോർട്ടിൽ വളരെ ശക്തമായ ചില വിമർശനങ്ങളാണുണ്ടായിരുന്നത്. 1, ഈ സിസ്റ്റം കൂടുതലും പ്രതിക്ക് അനുകൂലമാണ്. 2, ഏറ്റവും പ്രധാനമായി ഇരയുടെ അവകാശങ്ങളെയും അവരുടെ വേദനകളെയും ഇത് പൂർണ്ണമായും അവഗണിക്കുന്നു. സത്യം കണ്ടെത്താനുള്ള ഒരു ശ്രമം എന്നതിലുപരി ഇത് വക്കീലന്മാർ തമ്മിലുള്ള ഒരു വാഗ്വാദമായി മാറുന്നുവെന്നും റിപ്പോർട്ട് വാദിച്ചു. അപ്പോ എന്തായിരുന്നു ഇതിനൊരു പരിഹാരമായി അവർ നിർദ്ദേശിച്ചത്? വെറും ചെറിയ മാറ്റങ്ങളൊന്നുമായിരുന്നില്ല മളിമഡിൽ കമ്മിറ്റി മുന്നോട്ടുവെച്ചത്. അവർ ആവശ്യപ്പെട്ടത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആത്മാവിൽ തന്നെ ഒരു മാറ്റമാണ്, ഒരു പുതിയ മാർഗനിർദ്ദേശ തത്വം. ആ റിപ്പോർട്ടിലെ ഈ ഒരു ഉദ്ധരണി മാത്രം മതി എല്ലാം മനസ്സിലാക്കാൻ. നീതി നടപ്പാകാൻ സത്യം ജയിക്കണം. സത്യമാണ് നീതിയുടെ ആത്മാവ്. അതായത് നമ്മുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ വഴികാട്ടിയാകേണ്ടത് സത്യത്തിനായുള്ള അന്വേഷണമായിരിക്കണം, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റിപ്പോർട്ട് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിലേക്കെത്തുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 3 പുതിയ ക്രിമിനൽ നിയമസംഹിതകൾ 2 പതിറ്റാണ്ട് മുൻപ് കണ്ടെത്തിയ ആ പ്രശ്നങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു സമ്പൂർണ്ണ സിസ്റ്റം റീബൂട്ടാണ്. ഈ മാറ്റം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കിതിൽ നിന്നും മനസ്സിലാകും. നമ്മുടെ നിയമവ്യവസ്ഥയുടെ നെടുംതൂണുകളായിരുന്ന കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയെല്ലാം പൂർണ്ണമായും മാറ്റിവെക്കുകയാണ്. അവയ്ക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പുതിയ നിയമങ്ങൾ വരുന്നു. ഏറ്റവും രസകരമായ കാര്യം, ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് അവിശ്വസനീയമായ വേഗത്തിലാണ് എന്നതാണ്.
2023 ഓഗസ്റ്റിൽ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ചു, ഡിസംബറോട് പാസാക്കി, ആ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരവും നേടി. ശരിക്കും ഒരു മിന്നൽ വേഗത്തിലുള്ള നിയമനിർമ്മാണ മുന്നേറ്റം തന്നെയായിരുന്നു അത്. അപ്പോ ഈ പുതിയ നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്കൊന്ന് കടക്കാം. പ്രധാനമായും 2 മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്ന്, സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള നവീകരണം. 2, ഇരയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ സമീപനം. പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. ഇലക്ട്രോണിക് തെളിവുകൾക്ക് ഇപ്പോൾ വലിയ നിയമസാധുത ലഭിക്കുന്നു. ശിക്ഷ എന്നതിലുപരി നഷ്ടപരിഹാരത്തിന് ഊന്നൽ നൽകുന്ന ഒരു രീതി വരുന്നു. പിന്നെ ഇരയെ കേസിന്റെ കേന്ദ്രബിന്ദുവാക്കുന്ന ഒരു പുതിയ സമീപനം. ഈ മാറ്റങ്ങളെല്ലാം മളിമഡ് റിപ്പോർട്ടിലെ ആശങ്കകളെ നേരിട്ട് പരിഹരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇനി ആധുനിക തെളിവുകളെ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്ന് നോക്കുന്നത് വളരെ രസകരമാണ്. പുതിയ ഭാരതീയ സാക്ഷ്യ അധിനിയം അനുസരിച്ച് നമ്മുടെ ഇമെയിലുകൾ, സെർവർ ലോഗുകൾ, സ്മാർട്ട് ഫോണിലെ സന്ദേശങ്ങൾ എന്നുവേണ്ട എല്ലാ ഡിജിറ്റൽ ആശയവിനിമയങ്ങളും ഇനി പ്രാഥമിക തെളിവുകളാണ്. ഇത് ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയെ 21ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നാം നമ്മൾ നീതിയുടെ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന്, അല്ലേ? നിയമങ്ങളെല്ലാം ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷെ യഥാർത്ഥ വെല്ലുവിളി ഇനിയാണ് വരാൻ പോകുന്നത്. ഇതെങ്ങനെ നടപ്പിലാക്കും എന്നതിലാണ് കാര്യം. ഈ പരിഷ്കാരം എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ശിക്ഷാനിരക്ക് മാത്രം നോക്കിയാൽ മതി. UK, USA പോലുള്ള രാജ്യങ്ങളിലൊക്കെ ശിക്ഷാനിരക്ക് 90% മുകളിലാണ്. പക്ഷെ ഇന്ത്യയിലോ അത് വളരെ കുറവാണ്. അപ്പോ സത്യം കണ്ടെത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പുതിയ സംവിധാനം ഈ അവസ്ഥയ്ക്കൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാം ശരിയായ ദിശയിലാണെന്ന് തോന്നാം. ഇന്ത്യയുടെ ക്രിമിനൽ നിയമങ്ങളെല്ലാം റീബൂട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ അവസാനത്തെയും ഏറ്റവും വലിയതുമായ ചോദ്യം ഇതാണ്: പുതിയ നിയമങ്ങളുണ്ടാക്കിയതുകൊണ്ട് മാത്രം വർഷങ്ങളായി ആഴത്തിൽ വേരൂന്നിയ ഒരു പഴയ സംവിധാനത്തെ ശരിക്കും നന്നാക്കാൻ കഴിയുമോ? അതാണ് യഥാർത്ഥ വെല്ലുവിളി.